നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. അമ്പലമുക്ക് CMC ഫൗണ്ടേഷന്റെ 19ാമത് വാർഷികാഘോഷം നടന്നു. 2025 ജൂൺ 8 ഞായറാഴ്ച അമ്പലമുക്ക് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ CMC ചെയർമാൻ സുജിത് താറസ് സ്വാഗതം ആശംസിച്ചു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ കടന്നു വന്നിട്ടുള്ള ആദരണീയനായ കൊല്ലം പാർലമെന്റ് അംഗത്തെയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഏറ്റവും മികച്ച അംഗം എന്നുള്ള ബഹുമതി നിരവധി തവണ നേടി നമ്മുടെ കൊല്ലം ജനതയ്ക്കാകെ അഭിമാനമായ ശ്രീ NK പ്രേമചന്ദ്രൻ MP തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നമ്മുടെ ആസ്ഥാന മന്ദിരം 2020 നിർമ്മിച്ചിട്ടുള്ളത്. ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓരോ വർഷക്കാലത്തെ പ്രവർത്തനത്തിലും വിവിധ തവണകളിലായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം ഈ നാടിനു വേണ്ടി ഈ വാർഷികാഘോഷ സമ്മേളനത്തിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്തു. വാർഷികാഘോഷ പരിപാടികൾ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ശബ്ദമായ സാമൂഹ്യ വിപ്ലവമാണ് സത്യത്തിൽ ഗ്രന്ഥശാല പ്രവർത്തനത്തിലൂടെ ഗ്രാമീണ സർവകലാശാല, കേരളത്തിന്റെ ഗ്രാമീണ സർവകലാശാല എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലൂടെ കേരളം ആർജിച്ച ഏറ്റവും വലിയ സാമൂഹ്യ പുരോഗതി. ആ സാമൂഹ്യ പുരോഗതി ഇന്ന് പല തലങ്ങളിലും ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരുപക്ഷെ അടിത്തറയിട്ടത് നവോത്ഥാനത്തിലൂടെ ഉഴുതുമറിച്ച കേരളത്തിന്റെ മണ്ണിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വളക്കൂറുണ്ടായി. ആ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ സാഹിത്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചെടുക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും സമാന സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന കലാകായിക സാംസ്കാരിക സംഘടനകൾക്കുമാണ്. അവരുടെ ദൗത്യം, അവരുടെ ചുമതല കൂടുതൽ വർദ്ധിതമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് CMC ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന മഹാത്മാ ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും ചലഞ്ചേഴ്സ് ക്ലബിന്റെയും ഒക്കെ 19 വർഷം പൂർത്തീകരിച്ച് 20ാമത് വർഷത്തേക്ക് കടക്കുന്നത്. ഇളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളിയോട് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നശിച്ചു പോകാത്തത് എന്നാണ്. ആ അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. അറിവ് സ്കൂളിൽ നിന്ന് നേടുന്നതുണ്ട്, കോളേജിൽ നിന്ന് നേടുന്നതുണ്ട്, പല ഗുരുമുഖങ്ങളിൽ നിന്ന് നേടുന്നതുണ്ട്, ജീവിത അനുഭവങ്ങളിൽ നേടുന്ന അറിവുകളുണ്ട്, നമ്മുടെ ചുറ്റുപാടും കണ്ടും കേട്ടും കിട്ടുന്ന അറിവുകളുണ്ട്. ഈ അറിവുകളെല്ലാം ചേർന്നാണ് നമ്മൾ മനുഷ്യരായി മാറുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ പ്രോഗ്രസ് കാർഡ് പ്രകാശനം ചെയ്ത് സംസാരിച്ചു. ആധുനിക കാലത്ത് പ്രാധാന്യമുണ്ടോ ഇല്ലയോ എന്നുള്ള, ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ, ഓൺലൈനിലൂടെയുള്ള വായന, ഇതെല്ലാം ഉണ്ട്. എങ്കിൽ പോലും കേരളത്തെ ഇന്ന് കാണുന്ന കേരളമായി മാറ്റിയത് മാനവ വിഭവശേഷിയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ മാനവ വിഭവശേഷി നൽകാൻ കഴിയുന്ന ഒരു സംസ്ഥാനം എന്നുള്ള തരത്തിൽ ആ കേരള സംസ്ഥാനം എങ്ങനെയാണ് മാറിയത്? അത് വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റമാണ്. കേരളം അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു 50 അല്ലെങ്കിൽ 60 70 വർഷത്തിന് മുമ്പ് കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് കാണുന്ന പുരോഗതി കൈവരിച്ച ഒരു സംസ്ഥാനമായിരുന്നില്ല. ഇപ്പോ കേരളത്തിലെ നവോത്ഥാന നായകന്മാർ, അത് ശ്രീ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും വൈവിയിലപ്പച്ചനും അങ്ങനെ നിരവധിയായ നവോത്ഥാന നായകന്മാർ, അവർ ഉഴുതുമറിച്ച മണ്ണിൽ സാർവത്രികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഭരണഘടന നൽകുന്ന സ്വാഭാവികമായി ഓരോ പൗരനും സ്റ്റേറ്റ് നൽകേണ്ട അവകാശമാണ്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി ആളുകൾ വാർഷികാഘോഷ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.